ഹായ് ഹലോ, ചെറിയൊരു ട്രിപ്പ് പോയതാണേ. ട്രിപ്പിനൊന്നും പറയാൻ പറ്റില്ല, വെറുതെ വാഗമൺ റൂട്ട് അങ്ങോട്ട് പോയി. അപ്പോൾ 2 വീലറിലാണ് പോയത്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഈ വെള്ളച്ചാട്ടം കണ്ടപ്പോൾ നിർത്തി. പക്ഷേ അത് നല്ലൊരു സ്പേസാണ് കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു അവിടെ നമുക്ക് നിൽക്കാനും. കുറേ നേരം ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. കൊച്ചിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്, കുട്ടികൾക്ക് ഇറങ്ങാം. സ്ഥലം ഏതാണ് കാര്യങ്ങൾ എനിക്ക് അങ്ങനെ പറഞ്ഞുതരാൻ അറിയില്ല, അത് ഏത് സ്പേസായിരുന്നു നമുക്കറിയില്ല. ഇത് ജസ്റ്റ് ഇങ്ങനെ പോയിട്ട് കണ്ടതാണ്. നല്ലൊരു സ്പേസാണ്. ബാംഗ്ലൂരിൽ പോകണമെങ്കിൽ നമുക്ക് വീട്ടിൽ കൊണ്ട് തന്നെയുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ വാഗമണിൽ കുറേ പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ട് ഇതൊരു എയർപോർട്ടിലോട്ടാണ്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്ത്, കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് പിന്നെ അവിടെ പിന്നെ കയറി. പിന്നെ വേറെ സ്ഥലത്ത് പോയി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ അവിടെ ഇരുന്നപ്പോൾ ഇങ്ങനെ നിറച്ചും ഈ പണ്ട് നമ്മളുടെ വീട്ടിലൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ, ഇതൊന്നും ഇപ്പോൾ നമ്മുടെ ഇവിടെ ഒന്നും കാണാനില്ല. അവിടെ നിറച്ചുണ്ടായിരുന്നു. അപ്പോൾ അത് പുള്ളിക്കാരി നല്ല എക്സൈറ്റഡ് ആയിട്ട്, അതൊന്നും കണ്ടിട്ടില്ല ഇവിടെ ഒന്നും ഇങ്ങനെ ഫ്ലവേഴ്സ്. നമ്മുടെ വീട്ടിലെല്ലാം ഇപ്പോൾ എല്ലാം ചുറ്റിനും ടൈൽസും കാര്യങ്ങളായിരിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ നടക്കണമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വേറെ സ്ഥലത്ത് കുറച്ച് നേരം നിർത്തിപ്പോൾ ഈ പറഞ്ഞ മാതിരി ബദാം എല്ലാ സ്ഥലത്തും താഴ്ത്തി വീണ് എടുക്കണം. നമുക്ക് പണ്ടൊക്കെ ഈ ബദാം ഇങ്ങനെ അടിച്ച് അതിൻ്റെ ഉള്ളിലത്തെ സാധനം എടുത്ത് നമ്മൾ കഴിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നല്ലോ. ആർക്കൊക്കെ ഉണ്ടായിരുന്നു എനിക്കറിയില്ല, ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് കണ്ടപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞിട്ട് അങ്ങനെ കാണുന്നത്, കുറേ വീടെടുക്കണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാനും പറഞ്ഞോട് ജോമ് അവിടെ ഹസ്ബൻഡ് അവിടെ നിർത്തി. അപ്പോൾ നമ്മളങ്ങനെ കുറച്ച് ബദാമൊക്കെ എടുത്ത് ഇങ്ങനെ അടിച്ച് ഇങ്ങനെ നമ്മൾ 2-3 നമ്മൾ കഴിച്ചു, കൊച്ചും കഴിച്ചു. പിന്നെ നമ്മൾ അവിടെ നിന്ന് വണ്ടി എടുത്ത് പിന്നെയും പോയി. ഇപ്പോൾ ഈ പോണ വഴിക്കേക്കുള്ള സംഭവം എന്താ അറിയാവോ, എല്ലാ സ്ഥലത്തും ഈ കുടംപുളി ഉണ്ട് കേട്ടോ. ഈ കാട് പോലെ ഉള്ള സ്ഥലത്ത് വീടുകളിൽ തന്നെ ഉണ്ടാവണമെന്നില്ല കുടംപുളി, അല്ലാതെ ഈ കാടായിട്ടൊക്കെ ഇരിക്കുന്ന സ്ഥലങ്ങളൊക്കെ കുടംപുളി ഉണ്ട്. അതൊക്കെ ഈ റോട്ടിലും ചാഞ്ഞ് വീണ് കിടപ്പുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടണതൊക്കെ ഞാൻ കവറിൽ കുറച്ച് കിട്ടിയതൊക്കെ ഞാൻ ആ കവറിൽ പറക്കിയിട്ട് തൂങ്ങുന്നതിൽ പോകാൻ അങ്ങനെയൊന്നും എടുത്തില്ല. ഒത്തിരി പറക്കിയൊക്കെ ഇട്ടു. അങ്ങനെ ഞാൻ വീട്ടിൽ കൊണ്ടുവന്നു കേട്ടോ. അതെന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാൻ പാടില്ല. ഇനി അതെ എൻ്റെ ആദ്യം ചോദിച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട് ചെയ്യണം. അങ്ങനെ നമ്മൾ പിന്നെ വരണ വഴിക്ക് പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ ഹാപ്പി ആയിട്ട് നമ്മൾ തിരിച്ചു പോന്നു. 3 വർഷം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഈ ട്രിപ്പ് എന്ന് പറഞ്ഞ് പോണത്. ട്രിപ്പായിട്ടൊന്നും പോയതല്ല, ജസ്റ്റ് നമ്മൾ ഈ 2 വീലർ അങ്ങനെ ഓടിച്ചു പോയി, അത്രയും തന്നെ. അല്ലാതെ ട്രിപ്പായിട്ടൊന്നും പ്ലാൻ ചെയ്തോ അല്ലെങ്കിൽ അത് ട്രിപ്പായിട്ട് കൂട്ടാനും പറ്റത്തില്ല. ജസ്റ്റ് വെറുതെ ഒന്ന് പോയി 2 വീലറിൽ ഇങ്ങനെ അങ്ങോട്ട് പോയി, അത്രയും തന്നെ. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ സൺഡേ.